ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ലവ് മെസ്സേജസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾക്കായിട്ടുള്ള ലവ് മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളുടെ തക്കുടുവിൻ്റെ മെസ്സേജസ്. ഓ ഓ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഗോസിപ്പ്, അതായത് ഐ ആം അഫ്രേഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷനിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും നിങ്ങളുടെ റിലേഷൻ സാധാരണ പോലത്തെ ഒരു റിലേഷൻ ആയിരിക്കില്ല. വേറെ ഏതെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങളിൽ പല ഡിഫറൻസ് ഉണ്ടാകാം. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഗോസിപ്പ് ഉണ്ടാക്കും നിങ്ങൾ തമ്മിലുള്ള. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കാര്യത്തിന് പുറമേയുള്ള ആളുകൾ നിങ്ങളെ രണ്ടുപേരെയും പറ്റി പല കഥകൾ പറഞ്ഞ് മെനഞ്ഞുണ്ടാക്കും. ഇത് ഒരു നാണക്കേടാകും. അങ്ങനെയൊക്കെ പുള്ളി ചിന്തിക്കുന്നുണ്ട്. സോൾ കോൺട്രാക്ട്. The lessons I learned from us will never be forgotten. അതായത് നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് സോൾ കണക്ഷൻ തോന്നിയിട്ടുണ്ടാകാം. സോൾ ടൈ, ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. അതായത് നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തുള്ള ഫീലിങ്സ് മറക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും കഴിയാതെ വീണ്ടും നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തോട്ട് വീണ്ടും റീകണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ അവർക്കും ആ ഒരു റീകണക്ഷൻ, അതായത് അവർ ഫിസിക്കലി മെൻ്റലി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അവസരമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സ് എപ്പോഴും അവരുടെ മൈൻഡിൽ കിട്ടുന്നുണ്ട്. അവരുടെ ഫിസിക്കൽ പ്രസൻസിലും, അതായത് ഫിസിക്കലിയും മെൻ്റലിയുമായിട്ടുള്ള ഒരു മൈൻഡിൽ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ട് നിങ്ങളുടെ തക്കുടു ഒരുപാട് ലെസൺസ് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഈ ഒരു നിങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച പല സിറ്റുവേഷൻസ് ആയിരിക്കാം, ഒരുപാട് ലെസൺസ് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. സബോട്ടേജ്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അതായത് പുള്ളി തന്നെ അതായത് നിങ്ങളുടെ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ തക്കുടുവാവ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവർക്ക് ഗുഡ് തിങ്സ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന, അവരുടെ ലൈഫിൽ കിട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും അവർ തന്നെ കുഴപ്പത്തിലാക്കി, അവർ തന്നെ കുളമാക്കുക എന്നൊക്കെ പറയില്ലേ. ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു സെൽഫിഷ്നെസ്സും ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഈഗോ കൊണ്ടായിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, അവർ തന്നെ അവർക്ക് ജീവിതത്തിൽ കിട്ടേണ്ട പല ഗുഡ് തിങ്സും അവർ തന്നെ കുഴപ്പത്തിലാക്കി. തേർഡ് പാർട്ടി. ഓക്കെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒന്നല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ബന്ധത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. ആ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് അവർക്ക് വരാനൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. മെന്റ്.
ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. എന്നാലും ഇതൊക്കെ ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് ആളുകൾക്ക് വീണ്ടും ഇത് തിരിച്ചെടുക്കണമെന്നുണ്ട്. നിങ്ങളുടെ കണക്ഷൻ വീണ്ടും റീയൂണിയനിലോട്ട് വരണമെന്നുണ്ട്. ബ്രോക്കൺ, ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് കണക്ഷൻ. അതായത് അവർ ടോട്ടലി ഒരു എന്താ പറയുക, ഒരു തകിടം മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അവർ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചിന്തിക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പല രീതിയിലോട്ട് പുറപ്പെടാൻ ഇറങ്ങിയാലും നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല എന്ത് കാര്യത്തിന് പുറപ്പെടാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് എല്ലാത്തിലും ഒരു എന്താണ് നെഗറ്റീവ്, പല കാര്യങ്ങൾക്കും നെഗറ്റീവ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാകാം. അവരുടെ ഹൃദയം ആകെ ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ടോട്ടലി ഒരു തകിടം മറിഞ്ഞിരിക്കുന്ന അവസ്ഥ. നിങ്ങളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ടോട്ടലി ഒരു ബ്രോക്കൺ ആയിട്ട് തകിടം മറിഞ്ഞ ആകെ കൂടിയുള്ള ഒരു കുളമായിട്ടുള്ള ഒരവസ്ഥ, വിഷമവും വേദനകളും ഉണ്ടാകുന്ന ഒരവസ്ഥ. ഓക്കെ. ഇൻസെപ്പറബിൾ, അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. അതായത് നിങ്ങൾ എത്ര ദൂരത്താണെങ്കിലും, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ളവരാണെങ്കിലും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കാം. അപ്പം നിങ്ങൾ എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. കൊള്ളാം മച്ചമ്പി. ഹോൾഡിംഗ് ബാക്ക്, ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. അതായത് ഇവര് എന്തെന്നാണ് ചിലപ്പോൾ ഒരു മുരടനെ പോലെയോ ഒരു മുരടിയെ പോലെയൊക്കെയോ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകാം. അപ്പോൾ അവർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും കുറച്ച് സോഫ്റ്റ്നെസ്സിലൊക്കെ ഒന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, ഇത്രയും നാൾ എങ്ങനെയാണോ കാണിച്ചത് അതിൽ കൂടി കുറച്ചും കൂടി ഒന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടി ബെറ്റർ ആയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനായിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് പ്രകടിപ്പിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ഓക്കെ. ചേസർ, ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനി മോർ. അതായത് ചില ആളുകളെന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ പുറകെ വരാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പുറകെ വന്ന് നിങ്ങളെ ഇതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് അവരെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണിച്ചതായിട്ട് വരുത്തി തീർത്ത് ഈഗോയെ അടിച്ചിരിക്കുന്ന ടീമുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെന്നാണ് അവർ വരട്ടെ ഇവർ വരട്ടെ ഞാൻ എന്തിനു പോകണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അതായത് ഇവർക്കെല്ലാം അങ്ങോട്ട് ചെല്ലണം, ഇവരിങ്ങോട്ടൊന്നിനും വരില്ല, അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ടാവും. ഇതെല്ലാവർക്കും അല്ല കേട്ടോ, എനിക്കിത് എല്ലാവർക്കുമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ടാവും. അപ്പോൾ ഇവരായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത്, പക്ഷെ എല്ലാത്തിനും നിങ്ങൾ പുറകെ ചെല്ലണം, നിങ്ങളായിരിക്കണം അവരുടെ മുമ്പിൽ തോൽക്കേണ്ടത് എന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ടാവും. ഇത്തിരി ഈഗോ ഡിഷനാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. സീക്രട്സ്, അതായത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ സീക്രട്ടായിട്ട് പല രീതിയിൽ പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടീനെ ഒളിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കണക്ഷനിൽ പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതൊന്നും സമ്മതിക്കാതെ ഇരിക്കുന്ന ആളായിരിക്കാം. നിങ്ങൾ തെളിവ് സഹിതം പിടിച്ചാലും ഇല്ല അതങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും എവിടെ ഇരുന്നു എനിക്കെന്താണ് എന്നെ വിളിക്കാതിരുന്ന അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്യാതിരുന്ന മെസ്സേജ് അയക്കാതിരുന്ന അങ്ങനെയുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും അവർ ഒന്നും സമ്മതിച്ചു തരുന്നുണ്ടാവില്ല. ഐ ഹാവ് നോട്ട് ടോൾഡ് യു എവറിത്തിങ്. അതായത് അവർ എല്ലാം നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അത് ഇതുവരെ നിങ്ങളോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല. അൺഅപ്രീഷിയേറ്റഡ്, ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ് നോട്ട് കെയർ. അതായത് എന്താ പറയുക, പുള്ളിക്ക് വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ, അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ നടക്കുന്നു എന്നാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത്. പുള്ളിക്ക് അങ്ങനെയാണ് നിങ്ങളെപ്പറ്റി ഫീൽ ചെയ്യുന്നതെന്നാണ് പുള്ളി നിങ്ങളുടെ തക്കുടൂസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ഓക്കെ. എസ്കേപ്പ്, ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. അതായത്
നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നപ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ രീതിയിൽ ഒരു നല്ല രീതിയിലിരുന്ന ഒരു കാര്യം വളരെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോയപ്പോൾ പുള്ളി ഓടി ഒളിച്ചു, പുള്ളി നൈസായിട്ട് മുങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുള്ളി ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചില്ല. പിന്നെ ഇവിടെ കാസർഗോഡ് മുങ്ങിയ ആള് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് പൊങ്ങിയെന്ന് വേണമെങ്കിലും പറയാം. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അൺവർത്തി, യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. അതായത് മനസ്സിലായല്ലോ, പുള്ളിനേക്കാളും അതായത് നിങ്ങളുടെ തക്കുടുവിനേക്കാളും നല്ലൊരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഹോപ്പ്, നെഗ്ലക്റ്റഡ്, അണ്ടർസ്റ്റാൻഡിങ്, ഹോപ്പ്. ഐ ഹാവ് നോട്ട് ഗിവൺ അപ്പ് on us yet. Neglected, I failed to give you what you need. അതായത് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഒരു നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പുള്ളിക്ക് ചെയ്തു തരാൻ പറ്റിയിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി അതിൽ ഒരു ഫെയിൽഡ് ആയി പോയി. നിങ്ങൾക്ക് പല കാര്യങ്ങളും ആവശ്യ സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട ചിലപ്പോൾ അവരുടെ ഒരു ടൈം ആയിരിക്കാം, അവരുടെ ഒരു പ്രസൻസ് ആയിരിക്കാം, അവർ എന്തെങ്കിലും ചെയ്തു തരേണ്ട റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, അവരെന്തെങ്കിലും എന്താ പറയുക ഒരു തരം അണ്ടർസ്റ്റാൻഡിങ്. ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അപ്പം അതായത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാമായിരിക്കാം, നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസ് അറിയാമായിരിക്കാം, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചിലപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളതായിരിക്കാം. എല്ലാം നിങ്ങളുടെ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അത് അവർ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സ്റ്റോറി അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കുള്ള ഒരു ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നമുക്ക് നോക്കാം. കമ്പാഷൻ, മാനിഫെസ്റ്റേഷൻ, divine timing, intuition and downloads, opportunity and change. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിന് ശാന്തത ഇല്ലാത്ത ആളുകളാണെങ്കിൽ, വിഷമം വേദനകളും എല്ലാ കാര്യങ്ങളും ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യുക. ആവശ്യമില്ലാത്ത മനസ്സിന് വിഷമം തരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കുറച്ചൊന്ന് മനസ്സൊന്ന് ശാന്തമായിട്ട് മാത്രം പല തീരുമാനങ്ങളിലോട്ടും പോവുക. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സെൽഫിന് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റേഷനിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ഗ്രോത്തിനെ നശിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വന്നാൽ വീണ്ടും നിങ്ങൾക്ക് പ്രശ്നമാകും എന്നുള്ളൊരു കാര്യങ്ങളും തൽക്കാല സന്തോഷത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാതിരിക്കുക. കേട്ടോ, കേൾക്കണണ്ടോ? അപ്പം അങ്ങനത്തെ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഇന്ന് മാത്രമല്ലല്ലോ, നമ്മൾ നാളെയും ജീവിക്കില്ലേ. അപ്പോൾ പറയും നമുക്ക് നാളെ ജീവിക്കുമെന്ന് ഗ്യാരണ്ടിയൊന്നുമില്ല. എന്നാലും നമ്മൾ ജീവിതം ജീവിക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്ട് ചെയ്ത് എടുക്കുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് ജീവിതത്തിലോട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. പക്ഷെ നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്ത് അട്രാക്ട് ചെയ്ത് എടുക്കുമ്പോൾ നെഗറ്റീവ് മാറ്റുക. അതായത് ഒരു വ്യക്തിനെയാണ്, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഒരു വ്യക്തിനെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം ഈ ആൾ വന്നാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, ഏകദേശം ഫ്യൂച്ചറിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഏകദേശം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ അറിയാം. ഓക്കെ, അപ്പം നമ്മളുടെ ലൈഫ്, എല്ലാവരുടെയും ലൈഫ് ഷോർട്ടാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ സന്തോഷിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഡിവൈൻ ടൈമിംഗ്, ഇൻറ്റ്യൂഷൻ ആൻഡ് ഡൗൺലോഡ്സ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച്, ഡു ദ വർക്ക്. പണിക്ക് പോവുക. ഓക്കെ, നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ചും പിടിച്ചും കരഞ്ഞും നിലവിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതൊക്കെ ഒരു സൈഡിൽ അങ്ങോട്ട് പോയിക്കോളും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ് ഡിവൈൻ പറയുന്നത്. മനസ്സിലായോ? നമ്മളുടെ കാര്യങ്ങൾ മറ്റുള്ള ആരും ചെയ്തു തരില്ല, നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടണം. അപ്പം നമ്മൾ ആക്ഷനിലോട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ആക്ഷനിലോട്ട് കൊണ്ടുവരിക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾക്കില്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു മൂലയ്ക്ക് ഇരുന്ന് വെറുതെ മറ്റുള്ളവരെ പറ്റി, മറ്റുള്ള വ്യക്തികൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നെ ചതിച്ചു വഞ്ചിച്ചു ഞാൻ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിക്കാതെ നമ്മൾക്ക്
നമ്മൾക്കൊരു ഫിനാൻഷ്യൽ കാര്യങ്ങളില്ലെങ്കിൽ അത് നമ്മൾ കണ്ടെത്തുക. നമുക്ക് ഒരു ഒരു കഴിവും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. നമ്മളുടെ കഴിവുകൾ കണ്ടെത്തിയിട്ട് നമ്മളത് എന്താണ് ആക്ഷനിലോട്ട് കൊണ്ടുവരിക. അല്ലാതെ എനിക്കതില്ല, എനിക്കിതില്ല, അങ്ങനെയല്ല. നമ്മളതൊരു ആക്ഷനിലോട്ട് കൊണ്ടുവന്ന് നമ്മളത് പരിപാടികളൊക്കെ ചെയ്യാൻ നോക്കുക. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്താണ് നിങ്ങൾക്ക് നല്ല സമയമൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയാണ്, നിങ്ങൾക്ക് നല്ല സമയമൊന്നും ഇല്ലേ, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്ന പല ആളുകളും വിചാരിക്കുന്നത്. അതൊക്കെ വിട്ടേക്കാന്നേ. ഇത് എല്ലാവർക്കും നല്ല സമയമില്ലേ, ഡിവൈൻ ടൈമിങ്. ആ ഒരു സമയം നിങ്ങളിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അധികം ഈ പറയുന്ന പോലെ 10-25 വർഷമൊന്നും കഴിഞ്ഞിട്ടല്ല, നിങ്ങളുടെ അടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റുക, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരും. നിങ്ങളിപ്പോൾ ഇൻറ്റ്യൂഷൻ ആൻഡ് ഡൗൺലോഡ്സ്, അതായത് നിങ്ങളിപ്പോൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളത് എടുക്കുന്നത്. നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ നിന്ന് എടുക്കുന്നത്, ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, നെഗറ്റീവ് കാര്യം മാറ്റുക, പോസിറ്റീവായിട്ടുള്ള കാര്യം കൊണ്ടുവരിക. ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച്. നിങ്ങൾ ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പ് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു കരിയർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സംബന്ധമായിട്ടോ വേറെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ സംബന്ധമായിട്ടും നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും കുറച്ചും കൂടി സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു നല്ലൊരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങളിലോട്ട് നല്ല രീതിയിലൊരു പൈസ സംബന്ധമായിട്ട്, ക്യാഷ് വൈസ് ആയിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഫോക്കസ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഒരു സിറ്റുവേഷനെയാണ്. അതൊന്ന് മാറ്റുക. ഓക്കെ. അതൊക്കെ ആ വഴിക്ക് പോകുന്നേ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്യണം. അല്ലാതെ എനിക്കൊന്നും ജീവിതത്തിൽ നേടാൻ പറ്റിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് അവർ ചെയ്തു തരുമോ, എനിക്കൊരു ഉത്തരം പറഞ്ഞു തരുമോ, മറ്റുള്ളവർ അതിനൊരു ഉത്തരം പറഞ്ഞു തരുമോ, അതൊക്കെ മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ല. അവനവൻ്റെ ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങൾ മാറ്റുക എന്നുള്ളത് അവനവൻ്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നമ്മളതൊക്കെ ഒന്ന് മാറ്റി നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുത്താൻ നോക്കുക. അപ്പോൾ നമ്മളൊരു ലക്ഷ്യത്തിലെത്തുമ്പോൾ ഈ പറഞ്ഞു പോയ ആളുകളൊക്കെ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്കിതൊന്നും റെസണേറ്റ് ആയില്ല, നിങ്ങൾക്കിതൊന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.